PM ശ്രീയിൽ സംസ്ഥാനം പിന്നോട്ടില്ലാതെ ഒരു ഒത്തുതീർപ്പിനും ഇല്ലെന്ന നിലപാടിൽ ഉറച്ച CPI. ആലപ്പുഴയിൽ CPI സംസ്ഥാന നിർവാഹക സമിതി യോഗം ഇന്ന് ചേരുന്നുണ്ട്. അതേസമയം തന്നെ വിഷയത്തിൽ മുഖ്യമന്ത്രി തന്നെ വിളിച്ചിട്ടില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നുമുണ്ട്. ചർച്ചയുടെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കുകയാണ്. കമ്മിറ്റി കൂടിയ ശേഷം കൂടുതൽ പ്രതികരണത്തിലേക്കെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഈ PM ശ്രീയിൽ CPM CPI പോര് മുറുകുകയാണ്. LDF-ൽ ഭിന്നത രൂക്ഷമാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി കാണുന്ന വിഷയം തന്നെയാണ്. എന്തായാലും CPI ഇന്ന് എക്സിക്യൂട്ടീവ് ചേരുന്നുണ്ട്. ഒപ്പം തന്നെ CPM തിരുവനന്തപുരത്ത് അടിയന്തര സെക്രട്ടേറിയറ്റും ചേരുന്നുണ്ട്. സുധീഷ് ഗോപാലുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സുധീഷ്, ഇന്ന് രാവിലെ ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ നടത്തിയ പ്രതികരണമാണ്. എന്തായാലും ഈ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഇനി തുടർ നീക്കങ്ങൾ? കഴിഞ്ഞ ദിവസം CPI സംസ്ഥാന കമ്മിറ്റി കൂടിച്ചേർന്നതിന് ശേഷം അവിടെ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ D. രാജേഷ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ അടക്കം അഭിപ്രായം ഈ വിഷയത്തിൽ തേടിയിരുന്നു. അതിൽ നിർണായക തീരുമാനവുമായി മുന്നോട്ട് പോവുക, ഒരു തരത്തിലും വിട്ടുവീഴ്ച, പിന്നോട്ട് മാറണ്ട എന്നൊരു നിർദ്ദേശമാണ് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും CPIക്ക് ലഭിച്ചിരിക്കുന്നത്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ നിർവാഹക സമിതി യോഗം ചേരുന്നത്. ആ നിർവാഹക സമിതി യോഗത്തിൽ മന്ത്രിസഭയിൽ തുടരണോ എന്ന കാര്യത്തിൽ അടക്കം നിർണായകമായ തീരുമാനമുണ്ടാവും. ഒരു തരത്തിലും ഈ വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്ന ഒരു പൊതു നിലപാട് തന്നെയാണ് CPIയിലുള്ളത്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്നത്തെ യോഗവും ചേരുന്നത്. രാവിലെ 10:30 ആലപ്പുഴ CPIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ഈ യോഗം ചേരുന്നത്. നിർവാഹക സമിതി യോഗത്തിൽ ഇത് വിശദമായി ചർച്ച ചെയ്യുകയും എന്താ ഇനി തുടർന്നുള്ള നടപടി എന്ത് വേണം എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യും. അത് ഒന്നുകിൽ മന്ത്രിസഭയിൽ നിന്നും വിട്ടുനിൽക്കുക, ഇല്ലെങ്കിൽ മന്ത്രിമാർ CPIയുടെ 4 മന്ത്രിമാരും രാജിവെച്ചുകൊണ്ട് ഇതിനോടുള്ള പ്രതിഷേധം അറിയിക്കുക എന്ന അടക്കമുള്ള തീരുമാനത്തിലേക്ക് ഒരു പക്ഷേ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമുണ്ടാവും. ആ രീതിയിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുക. അതായത് സുധീഷ്, ഈ മന്ത്രിമാരെയൊക്കെ പിൻവലിക്കാനുള്ള ഒരു ആർജവം CPI കാണിക്കുമോ? അത്തരത്തിലുള്ള വെല്ലുവിളികൾ മുന്നിലുണ്ട്. പൊതുവിൽ CPIയുടെ ഭാഗത്തു നിന്നും മുൻകാലങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ഒരു കർശന നടപടിയിലേക്ക് പോകില്ല എന്ന ഒരു ധാരണ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും കേന്ദ്ര കമ്മിറ്റി അടക്കം നൽകിയിരിക്കുന്ന നിർദ്ദേശം ശക്തമായി നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ്. അതേ രീതിയിൽ തന്നെയുള്ള ഒരു അഭിപ്രായം ബിനോയ് വിശ്വത്തിനും സംസ്ഥാന സെക്രട്ടറിക്കും ഉണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും എല്ലാം പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ അത്തരം കർശനമായ ഒരു നിലപാടിലേക്ക് പോകണോ, അതേ ഇടത് മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്ന തരത്തിലുള്ള ആ ഒരു ഉത്തരവാദിത്വം CPI ഏറ്റെടുക്കണോ എന്ന കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യുക. എന്നിരുന്നാൽ തന്നെയും ഒരു തരത്തിലും മുന്നണിയിൽ ചർച്ച ചെയ്യാതെ ഇത്രയും നിർണായകമായ ഒരു തീരുമാനത്തിൽ എടുത്ത് മുന്നോട്ട് പോയ ആ CPMന്റെ നിലപാടിനെ, ആ ഒരു അവഗണനയെ അത് ഏത് രീതിയിൽ പ്രതിരോധിക്കണം എന്ന കാര്യമാവും ഏറ്റവും നിർണായകമായ ഒരു ചർച്ചയാവുക. ആ വിഷയത്തിൽ ഒരു പക്ഷേ മന്ത്രിസ്ഥാനം രാജിവെച്ചുകൊണ്ട് തന്നെ മന്ത്രിസഭയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട്, ഇല്ലെങ്കിൽ മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്നും മന്ത്രിമാർ വിട്ടുനിൽക്കാനുള്ള ഒരു തീരുമാനം, ഈ 2 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും CPIയുടെ മുന്നിലുള്ളത്. അതിൽ കുറഞ്ഞ ഒരു നടപടിയുമായി മുന്നോട്ട് പോയാൽ അതൊരു പ്രതിരോധമാവില്ല എന്നത് തന്നെയാണ് CPI പൊതുവെ വിലയിരുത്തുന്നതും. രാഹി, സുധീഷ്, അതുപോലെ തന്നെ ഈ CPI അനുനയിപ്പിക്കാൻ വേണ്ടി ഇന്ന് മുഖ്യമന്ത്രി നേരിട്ട് ഇറങ്ങുന്നു എന്നുള്ള ഒരു സവിശേഷമായ ഒരു സാഹചര്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചോ എന്ന് മാധ്യമങ്ങൾ ബിനോയ് വിശ്വത്തോട് ചോദിച്ചപ്പോൾ വിളിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാഹി, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ ഫോണിൽ വിളിച്ചു, ഇതിന്റെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു എന്ന് പറയപ്പെടുമ്പോഴും അങ്ങനെ ഒരു ഫോൺ കോൾ തനിക്ക് വന്നിട്ടില്ല, താങ്കളുമായി ഇത്തരം ചർച്ചകൾ നടന്നിട്ടില്ല, വിളിച്ചിട്ടില്ല എന്നത് തന്നെയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ്, ചർച്ചയ്ക്ക് വിളിച്ചാൽ തയ്യാറാണ് എന്നത് തന്നെയും ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെയും അത്തരമൊരു ശ്രമം CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് CPIയോടുള്ള കടുത്ത അവഗണന തന്നെയാണ് എന്ന കാര്യമാണ് വിലയിരുത്തപ്പെടുന്നതും. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ന് 10:30 നിർവാഹക സമിതി യോഗം ചേരുന്നത്. അതിനു മുൻപ് ഇത്തരത്തിൽ വിളിച്ച് ഒരു ചർച്ചയ്ക്കുള്ള വാതിൽ തുറന്നില്ലെങ്കിൽ കൃത്യമായും അത് കടുത്ത തീരുമാനങ്ങളിലേക്ക് CPI പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ സ്വാഭാവികമായും അതിനു മുമ്പ് അത്തരത്തിലുള്ള ഒരു ശ്രമം
LDF കൺവീനറുടെ ഭാഗത്തു നിന്നോ ഇല്ലെങ്കിൽ CPM-ലെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകും എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. 10:30-ക്കാണ് യോഗം ചേരുന്നത്. അതിനു മുമ്പ് CPM-ന്റെ ഭാഗത്തു നിന്നും ഒരു അനുനയ ശ്രമം കൃത്യമായി തന്നെ ഉണ്ടായിട്ടില്ല എങ്കിൽ CPI കടുത്ത തീരുമാനത്തിലേക്ക് പോകും എന്ന് തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ. എന്നാൽ ഇടതുമുന്നണിയെ ആയി തന്നെ നിൽക്കും എന്ന ഒരു നിലപാടും ബിനോയ് വിശ്വം പറയുന്നുണ്ട്. എന്നാൽ ഇടതുമുന്നണിയായി നിൽക്കുമ്പോൾ അതിൽ CPM-നോടുള്ള കടുത്ത പ്രതിഷേധം, അതിന്റെ പേരിൽ എന്ത് നിലപാടാവും എടുക്കുക, കൈക്കൊള്ളുക എന്നതാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഒരു ചോദ്യം. അതിൽ CPI-യുടെ ഭാഗത്തു നിന്നും മന്ത്രിസ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള കടുത്ത പ്രതിഷേധം തന്നെ വേണം എന്ന അഭിപ്രായവും അണികൾ ഉയരുന്നുണ്ട്. അതേ സാഹചര്യത്തിൽ തന്നെ ഈ അവഗണനയിൽ എല്ലാം മുൻകാലങ്ങളിലെ പോലെ CPI വീണ്ടും മുട്ടുകുത്തുമോ എന്നതും നമുക്ക് കണ്ടറിയേണ്ടതാണ്. ശരി സുധീഷ്, PM-ശ്രീയിൽ സംസ്ഥാനം പിന്നോട്ടില്ലാതെ ഒരു ഒത്തുതീർപ്പിനും ഇല്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. ആലപ്പുഴയിൽ CPI എക്സിക്യൂട്ടീവ് എന്ന യോഗം ചേരുന്നുണ്ട്. അതേസമയം തന്നെ വിഷയത്തിൽ മുഖ്യമന്ത്രി തന്നെ വിളിച്ചിട്ടില്ല എന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ചർച്ചയുടെ വാതിൽ എപ്പോഴും തുറന്ന് കിടക്കുകയാണ്. അതായത് ചർച്ചയാകാം എന്ന ഒരു നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. കമ്മിറ്റി കൂടിയ ശേഷം കൂടുതൽ പ്രതികരണത്തിന് തയ്യാറാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് സുധീഷ് ഗോപാലാണ്.